ഉന്നതർ പ്രതികളായ ചില കേസുകളിൽ പൊതുസമൂഹം ചിന്തിക്കുന്നത് പോലെയാകില്ല കോടതിയുടെ ഇടപെടലുകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രണ്ടാമത്തെ ബലാത്സംഗ കേസിലും ഉടൻ അറസ്റ്റ് ചെയ്യില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെയും കടുത്ത നടപടികൾ പാടില്ലെന്ന് കോടതിയുടെ നിർദ്ദേശം. ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച കോടതി വിധി പറയും. കേസിൽ 23-കാരി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഗുരുതര സ്വഭാവമുള്ളതാണ്. ശരീരമാകെ മുറിവേൽപ്പിച്ചുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയതെന്നുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് മൊഴിയിൽ. ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ലെന്ന് അറിയിച്ചതായും മൊഴിയിലുണ്ട്. ബംഗളൂരു സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരുന്നതുവരെ കടുത്ത നടപടികൾ സ്വീകരിക്കരുത് എന്നാണ് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയത്. ഹർജിയിൽ തീർപ്പാകുന്നതുവരെ അറസ്റ്റ് തടയണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരം 7ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി അനസ് വിയാണ് കേസ് പരിഗണിച്ചത്. പരാതിയിൽ ഒരിടത്തും പരാതിക്കാരിയുടെ പേരോ പീഡനം നടന്നു എന്നാരോപിക്കുന്ന തീയതിയോ സ്ഥലമോ വ്യക്തമാക്കാത്തതിനാൽ പരാതി രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയാണെന്ന് വ്യക്തമാക്കിയായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. പരാതിക്കാരി വ്യക്തമായ മൊഴി നൽകിയ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ബംഗളൂരു സ്വദേശിനി KPCC പ്രസിഡന്റിന് ഇമെയിലായി നൽകിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. ഈ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തത്. രാഹുലിന്റെ ജാമ്യഹർജി കോടതി പരിഗണിക്കും മുമ്പ് AIG G പൂങ്കുഴലി നേരിട്ടെത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. ഞെട്ടിക്കുന്ന പരാമർശങ്ങളാണ് മൊഴിയിലുള്ളത്. രക്ഷപ്പെടാൻ കരഞ്ഞു കാലു പിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴി. ശരീരമാകെ മുറിവേൽപ്പിച്ചുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയതെന്നും യുവതി മൊഴി നൽകി. "I want to rape you" എന്ന് രാഹുൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ലെന്ന് അറിയിച്ചതായും മൊഴിയിലുണ്ട്. മൊഴിയും ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചു. രാഹുലിനെതിരായ ആദ്യ കേസിൽ നേരത്തെ ഹൈക്കോടതി ഈ മാസം 15 വരെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാം കേസിലും താൽക്കാലിക ആശ്വാസം ലഭിച്ചതോടെ രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം.